ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ കൊമേഴ്സിൽ മാസ്റ്റേഴ്സ് ഉള്ള ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ LLB ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, CA ഇന്റർ പാസ് ആയിട്ടുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരുന്ന ഏറ്റവും ഉയർന്ന ഒരു തസ്തികയാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്ക് വേണ്ട യോഗ്യതകളാണ് MCOM അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കോമേഴ്സ്, അതുപോലെ തന്നെ LLB, CA ഇന്റർ പാസ് ആയിരിക്കണം, അതുപോലെ തന്നെ MBA. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള ഏറ്റവും ഷൈനിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. 2021 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അടുത്ത നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ഈ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തസ്തികയ്ക്ക് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഷൈനിങ് ജോബാണ്, നല്ല ഉയർന്ന സാലറിയോടുകൂടി നമുക്ക് എന്താണ് നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സിലബസും നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തസ്തികയിലേക്കുള്ള സിലബസിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 100 മാർക്കിനാണ്. നമ്മളുടെ ലാസ്റ്റ് നടന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 123/2021 അപ്പൊ ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സിലബസ് ആണ് നമ്മൾ നോക്കുന്നത്. സിലബസിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയ്ക്ക് എന്താണ് സിലബസ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ളത് പാർട്ട് 1 ആണ്. പാർട്ട് 1 അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. 40 മാർക്കിനാണ് അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് ചോദ്യങ്ങൾ ഉള്ളത്. ഈ അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ തന്നെ അക്കൗണ്ടൻസിയിൽ നിന്ന് 25 മാർക്കും, അക്കൗണ്ടൻസിയിൽ നിന്ന് 25 മാർക്കും, അതുപോലെ തന്നെ നമ്മളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് 15 മാർക്കും, പിന്നെ അതുപോലെ തന്നെ ബാക്കി ലോയിനാണ് ഉള്ളത്. അക്കൗണ്ടൻസിയിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അതിൽ അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻസ്, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റിസർവ്സ്, പ്രൊവിഷൻസ്, ഡിപ്രിസിയേഷൻ, അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ കൺവെൻഷൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ക്യാഷ് ബുക്ക്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബേസിക് ആണ്. നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ +1 +2 പഠിച്ച അക്കൗണ്ടൻസിയുടെ അതേ കാര്യങ്ങളാണ് ഈ ഒരു ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നീട് വരുന്ന മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സ്കൂളിംഗ് മുതൽ, അതായത് +2 മുതൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ ഫൈനൽ അക്കൗണ്ടും റിട്ടയർമെന്റും അങ്ങനെയുള്ള ഡെത്ത്, ഡിസൊല്യൂഷൻ, ആ കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 വരുന്നത്. മൊഡ്യൂൾ 3 വരുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. ഇതിൽ ഓരോ മൊഡ്യൂളിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 4 മാർക്ക് വീതമാണ് ഈ പറഞ്ഞ 2 മൊഡ്യൂളിനുള്ളത്. പിന്നെ കമ്പനി അക്കൗണ്ട്സ് ആണ്. ഷെയർ ക്യാപിറ്റൽ, റിഡംഷൻ ഓഫ് ഷെയർസ്, പിന്നെ ഡിബഞ്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ആ ഏരിയാസ് ആണ് കമ്പനി അക്കൗണ്ട്സിൽ ഉള്ളത്. പിന്നെ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ എന്താണ് ഡിഗ്രിക്കും PGക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ്, കോസ്റ്റ് കൺസെപ്റ്റുകൾ, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്, ആ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതിന് 5 മാർക്കിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയ വന്നിട്ടുള്ളത്. പിന്നീട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഈ കാര്യങ്ങളാണ്. ഇതിൽ 4 മാർക്കിനാണ് ഈ ഒരു ഏരിയ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. 6 മൊഡ്യൂളുകളാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അതിൽ ബഡ്ജറ്ററി കൺട്രോൾ, പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബഡ്ജറ്റ്, റേഷ്യോ അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ലിക്വിഡിറ്റി, ടേൺ ഓവർ, സോൾവൻസി റേഷ്യോസ്, ആ കാര്യങ്ങളാണ് ഈ ഏരിയയിലുള്ളത്. അപ്പൊ 6 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ മൊഡ്യൂളുകളെല്ലാം ഫെമിലിയർ ആണ്. പക്ഷെ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു പോസ്റ്റിന് അനുസൃതമായിട്ടായിരിക്കും നമുക്ക് എന്താണ് അതിന്റെ ഒരു റേഞ്ചിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളുടെ
ഡിഗ്രിയോ PGയിലോ ഉള്ള പഠനം മാത്രം പോരാ, കുറച്ചും കൂടി എന്താണ് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 25 മാർക്കിനാണ് നമ്മളുടെ അക്കൗണ്ടൻസി പാർട്ട് വന്നിട്ടുള്ളത്. പിന്നീടുള്ളത് FM-ന്റെ പാർട്ടാണ്. FM 15 മാർക്കിനാണുള്ളത്. FM-ല് മെയിനായിട്ട് ഫൈനാൻസ് ഫങ്ഷൻസ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, സ്റ്റെപ്സ് ഇൻ ഫൈനാൻഷ്യൽ പ്ലാനിങ്, അതൊക്കെയാണ് ഫൈനാൻസ് ഫംഗ്ഷനിൽ വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനിൽ വരുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പിന്നെ അതുപോലെ ARR, IRR, പേ ബാക്ക് പീരീഡ്, അതൊക്കെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. 3 മാർക്കാണ് ആ മൊഡ്യൂളിന്. പിന്നെ ഫൈനാൻസിങ് ഡിസിഷൻ, നമുക്കറിയാം ഡിസിഷൻസ്, നമുക്ക് ഫൈനാൻസ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പിന്നെ അതുപോലെ ഫിനാൻസ് ഫംഗ്ഷൻ, ഈ 3 ഏരിയാസൊന്നും 1 മാർക്ക് ഫൈനാൻസ് ഫംഗ്ഷനും, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് 3 മാർക്കിനും, പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് ഡിസിഷന് 2 മാർക്കിനുമാണ് ചോദ്യം വരുന്നത്. പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്. ഡിവിഡൻഡ് ഡിസിഷന് ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് ഡിവിഡൻഡ്, പിന്നെ അതുപോലെ തന്നെ വാൾട്ടർ മോഡൽ, ഗോർഡൻ മോഡലൊക്കെ നമ്മൾ PGക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ച കാര്യങ്ങളാണ്. തിയറീസ്, ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന 2 മാർക്കിനാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും 4 മാർക്കിനാണ് വരുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 3 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 25 മാർക്കിന് അക്കൗണ്ടൻസി, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 15 മാർക്കിനും, ഇങ്ങനെ 40 മാർക്കിനാണ് നമ്മളുടെ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് 1 ഏരിയയിൽ ഉള്ളത്. അപ്പോൾ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സ് മാസ്റ്റേഴ്സ് ഉള്ള ആളുകൾക്കാണ് നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുക. കൊമേഴ്സിൽ മാസ്റ്റേഴ്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 40 മാർക്ക് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പൊടി തട്ടിയെടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരീക്ഷാ പെർവ്യൂലാണ് പഠിച്ചിട്ടുള്ളത്. ആ തിയററ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒരു എക്സാമിനേഷൻ, ഒരു OMR എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അതിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 40 മാർക്ക് നമ്മുടെ പാർട്ട് 1 അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ്. പിന്നീട് പാർട്ട് 2 എന്ന് പറയുന്നത് ലോ ആണ്. ലോ 40 മാർക്കിനാണ്. ലോയിൽ വരുന്നത് ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, അത് 5 മാർക്കിനാണ്. അത് മെയിൻ ആയിട്ടുള്ള ലോന്റെ പ്രയാമ്പിൾസ്, പിന്നെ അതുപോലെ ഗോൾഡൻ റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇത് LLB ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പാർട്ട് 2 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവരും ഇതിലുള്ള ക്വാളിഫിക്കേഷൻ പറയുന്ന പ്രകാരമുള്ള എല്ലാവരും എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഉള്ള ആളുകളാണ്, CA ഇന്റർ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പിന്നീട് വരുന്നത് മൊഡ്യൂൾ 2, ലോയിലെ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അത് മെയിൻ ആയിട്ട് വരുന്നത് 5 മാർക്കിനാണ്. പിന്നീട് മൊഡ്യൂൾ 3 GSTയുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ്. ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ട ലോ എന്ന് പറയുന്നത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനും LLB ഉള്ള ആളുകൾക്കും MBA ഉള്ള ആളുകൾക്കും ഒക്കെ എന്താണ് അറിയുന്ന കാര്യമാണ്. നമ്മൾക്ക് എന്താണ് GST എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഏരിയ ആണ്. പിന്നെ പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് 2017, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് 2017, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് 2017, പിന്നെ IPC ഉണ്ട്, CRPC ഉണ്ട്, എവിഡൻസ് ആക്ട് ഉണ്ട്, പിന്നെ ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് ടോട്ട്സ് ഉണ്ട്. അങ്ങനെ ലോ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ഇൻകം, ലക്ഷറി, റവന്യൂ റിക്കവറി, മണി ലെൻഡിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ ഉണ്ട്. അങ്ങനെ ലോന്റെ ഏരിയാസ് ആണ് പിന്നീടുള്ളത്. പിന്നെ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്. 10 മാർക്കിനാണ് കമ്പ്യൂട്ടർ. അപ്പോൾ 25 മാർക്കിന് അക്കൗണ്ടൻസി, 15 മാർക്കിന് മാനേജ്മെന്റ്, 40 മാർക്കിന് ലോ, 10 മാർക്കിന് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നമ്മളുടെ PSC എക്സാംസിന് സാധാരണ ഒരു ഡിഗ്രി ലെവൽ PSC എക്സാമിന് വരുന്ന ആ ഏരിയാസ് തന്നെയാണുള്ളത്. ഹാർഡ്വെയർ,
പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ റോങ്സ് അല്ലെങ്കിൽ അവയർനെസ് ലെവലിലുള്ള സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഈ ഒരു ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നത്. പിന്നെ പാർട്ട് 4 കഴിഞ്ഞ സിലബസ് പ്രകാരം ജനറൽ നോളേജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ റിനേസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സിലബസ് വന്നതിന് ശേഷം GK കാര്യം നമുക്ക് എന്താണ് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളൊന്നും സിലബസിൽ വരില്ല. ഇതേ രീതിയിലുള്ള സിലബസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു എൻഡിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വരുന്ന മാസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഷൈനിങ് പോസ്റ്റ് ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. ഇനി 2021 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ആവശ്യമാണ്. CCയിൽ നമ്മൾ നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ജോലി നമുക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്